യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം റിയോ ഡി ജനീറോ. അതുപോലെ തന്നെ യുനെസ്കോ 2026 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം റബാത്ത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. അതുപോലെ തന്നെ 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതുപോലെ 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞത് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. രണ്ടും മാറിപ്പോരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ 10 നടക്കുന്നത്? എത്രാമത്തെയാണ്? 150ാമത് വാർഷികമാണ് 2025 ഏപ്രിൽ നടക്കുന്നത്. 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി വേദി തായ്ലാൻഡ്. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ. 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ. അതുപോലെ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. അതുപോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5 മുതലാണ്. വഖഫ് ഭേദഗതി നിയമത്തിന് ഔദ്യോഗികമായി പറയുന്ന പേര് ഉമീദ് ആക്ട്.